കൊള്ളാം കൊള്ളാം നന്നായിരുന്നു. കൊള്ളാം, സൂപ്പർ, അടിപൊളി അടിപൊളി അടിപൊളി. കൊള്ളാം കൊള്ളാം. ബിന്ദു പണിക്കർ കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം. വില്ലൻ എങ്ങനെയുണ്ട്? വില്ലനും കൊള്ളാം. നല്ല പെർഫോമൻസ് മമ്മൂട്ടിയുടെ, അടിപൊളി സിനിമ. വേറെ ഒന്നും പറയുന്നു. ബിന്ദു പണിക്കരും മമ്മൂട്ടിയുടെ അമ്മ മകൻ ബന്ധം എങ്ങനെയുണ്ട് ഇതില്? നന്നായിരുന്നു നന്നായിരുന്നു. വില്ലൻ എങ്ങനെയുണ്ട്? പേടിച്ചായിരുന്നു? നല്ല പേടിച്ച്. മമ്മൂട്ടിയുടെ കട്ടക്ക് നിന്നോ പുള്ളി? നിന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയായിരുന്നു. സൂപ്പറായിരുന്നു. ഈ ഒരു പ്രായത്തിലും പുള്ളിയുടെ എനർജി ടർബോയുടെ ബീജിയം ഒന്നും അത്ര പോരാ, അല്ല പക്ഷെ ഫൈറ്റിലൊക്കെ അടിപൊളിയാണ്. മമ്മൂട്ടി അടിപൊളി പെർഫോം ചെയ്തിട്ടുണ്ട്. രാജീവ് ഷെട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? കന്നഡത്തിൽ വന്നിട്ട് മലയാളത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. കൊള്ളാം, നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കട്ടക്ക് പിടിച്ചു. പടം നല്ല പടമാണ്, കുഴപ്പമൊന്നുമില്ല. പെർഫോമൻസ് എങ്ങനെയുണ്ടോ? മമ്മൂട്ടി ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് പുള്ളിയുടെ? 70 വയസ്സായിട്ട് ഒരു രക്ഷയില്ല. ഫൈറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മമ്മൂട്ടി ഒരു രക്ഷയില്ല. വേറെ ആളെ ആരെ കൊണ്ട് പറ്റും തോന്നുന്നത്. നായിക എങ്ങനെ ഉണ്ടായിരുന്നു? നായികയും കുഴപ്പമില്ല. പടം നൈസ്. നെഗറ്റീവ് റിവ്യൂ ഒക്കെ വന്നെങ്കിലും പടം നൈസ്. രാജ്വി ഷെട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? രാജ്വി ഷെട്ടി ഒരു രക്ഷയില്ല. സൂപ്പറായിരുന്നു. രാഷ്ട്രീയ അല്ലെങ്കിൽ വിചാരിക്കൊന്നുമില്ല. അത് എന്നാലും വില്ലനായിട്ട് വരുമ്പോ മമ്മൂക്കയ്ക്ക് എതിരെ കട്ടക്ക് നിൽക്കുന്ന ഒരു കട്ടക്കും. രാജ്വി ഷെട്ടി നിൽക്കും.